Hey guys, welcome back to my channel Kashi and me. അപ്പോൾ ഇന്നത്തെ സൺഡേ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ കൂടെയാണ് ഇന്നത്തെ സൺഡേ. നമുക്ക് നോക്കാം. ഞാൻ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന വേറെ എവിടേക്കല്ല, ഞങ്ങളുടെ തറവാട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വർഷം ഞങ്ങൾ അവിടെ തന്നെയാണ് നിന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ തറവാടും ബാക്കിയുള്ള അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വേറൊരു ആളെ കേട്ടോ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. മിക്ക സൺഡേസിലും ഞങ്ങൾ ഈ തറവാട്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവൻ്റെ അച്ഛൻ്റെയും അച്ഛമ്മൻ്റെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ സൺഡേസിലും അവനെ കൊണ്ടുവരാറുണ്ട് ഇവിടേക്ക്. ഇവളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ സൺഡേ എന്തായാലും ഇവളുടെ കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ ആള് ഇവളാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഉണ്ണി, അനിയൻ്റെ വൈഫാണ്. അവളിപ്പോൾ തൃശ്ശൂർ നേഴ്സല്ല കേട്ടോ, അവൾ നേഴ്സിംഗ് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാണ്. അവൻ്റെ മേമേനെ കണ്ടപാട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, മേമ എനിക്ക് എന്താ കൊണ്ടുവന്നേന്ന്. കാരണം അവൻ ഓർമ്മ വെച്ച സമയം മുതൽ കാശിക്ക് എന്തെങ്കിലുമൊക്കെ അവളിങ്ങനെ കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോൾ കണ്ടാലും ചോദിക്കും കേട്ടോ അവളുടെ അടുത്ത് എന്താ എനിക്ക് കൊണ്ടുവന്നേന്ന്. അപ്പോൾ ഇപ്രാവശ്യം അവൾ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ അവന് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അനിയൻ ഇവളെ കെട്ടിക്കൊണ്ട് വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാശിക്കും ആ ഒരു ബോണ്ട് അവളോടുണ്ട്. കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനുള്ള കൺസിഡറേഷൻ ഇവന് കിട്ടാറുണ്ട്. അച്ഛനും അച്ഛമ്മയും പാപ്പനും മേമയും ഒക്കെ ഇവനെ നല്ല രീതിയിലാണ് കേട്ടോ കെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ശരിക്കും കാശി ഭയങ്കര ലക്കിയാണ് കേട്ടോ. കാശി ഇപ്പോൾ വല്ലാണ്ട് ഡയലോഗ് അടിച്ച് തുടങ്ങിയതുകൊണ്ട് തന്നെ എന്തൊക്കെയോ കാര്യമായിട്ട് അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നേ. യൂട്യൂബ് ചാനൽ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയ പിന്നെ ഇവൾ ആദ്യമായിട്ടാണ് കേട്ടോ ലീവിന് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ ഇവളെ കാണാൻ പറ്റാത്തത്. ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ വ്ളോഗിൽ ഇവളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ഇവൾ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല, അവരുടെ ബെഡ്റൂമിലേക്ക് പുതിയ കട്ടിലും കിടക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കട്ടിലും കിടക്കും കണ്ടപ്പം എൻ്റെ കാശി പറഞ്ഞായിരുന്നു അമ്മേനും കൂട്ടിയിട്ട് വന്നിട്ട് ഇവിടെ കിടക്കണമെന്നൊക്കെ. ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല, പുറത്ത് പോയതായിരുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആൾ പോയതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അച്ഛനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് വേറൊരു സിനിമ കേട്ടോ, ദിലീപിൻ്റെ സിനിമയില്ലേ പ്രിൻസ് ആൻഡ് ഫാമിലി, അതിലെ മരുമോളുടെ ആ ഒരു റോളാണ് കേട്ടോ ഇപ്പം ഞാൻ ഏറ്റെടുത്തേക്കുന്നത്. ഗൈസ് ഇതാ അച്ഛൻ നമുക്ക് ബീഫൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അച്ഛൻ ബീഫ് വാങ്ങാൻ പോയതാണ്. സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നത് വേറെ ആരുമല്ല, ഞങ്ങളുടെ ഉണ്ണി കേട്ടോ. എന്താണെന്നറിയോ, മോരറിയും ബീഫും. വെട്ടുന്നത് അച്ഛനാണ്, വെട്ടുന്നത് അച്ഛൻ. ഇവിടെ മരുമക്കൾ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ പരിപാടിയൊക്കെ അച്ഛനാട്ടോ ചെയ്യാ. ഉണ്ടോ, നമ്മളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ല. അമ്മയ്ക്ക് നാണാണ് ഗൈസ് വീഡിയോയിൽ വരാന്. അമ്മ ഇവിടെ നോക്ക്, ഇവിടെ അമ്മ ചിരിക്കുന്ന. അപ്പൊ ഇന്നത്തെ സൺഡേ ഇവരുടെ കൂടെ കേട്ടോ. ഇവളാണ് ഗൈസ് പണിയെടുക്കുന്നത്, ഞാനല്ല കേട്ടോ. കത്തിയൊന്നും കാണുന്നില്ല. ആ കുഞ്ഞു കത്തിണ്ട്, അതെടുത്തിട്ടില്ല. മിക്കവാറും ഏട്ടത്തി ഇന്ന് ഫ്ലോപ്പ് ആവും. നിങ്ങളിതാ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ പൊടിക്കാതിരിക്കുക. ഇവളാണ് എല്ലാ റെസിപ്പിയും പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചു, അടിപൊളിയാണ്. ബീഫും മോര് കറിയും. ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും നല്ല രസം ഉണ്ടാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊന്തിച്ചതാ, അതാകുമ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കോളുമല്ലോ. അതെ അതെ. ഉള്ളിയുടെ തോലും വിളിച്ച് ഞങ്ങളിത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡെയിലി ഫോൺ വിളിക്കുന്ന ആൾക്കാരാണ് എങ്കിലും എല്ലാ ദിവസവും സംസാരിച്ചാലും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും നേരിട്ട് കാണുമ്പോൾ. അങ്ങനെ ഞങ്ങളിതാ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടാണ് പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവളെൻ്റെ നല്ലൊരു ലിസണറും കൂടിയാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് സംസാരിക്കുമെങ്കിൽ ഇവൾ നന്നായിട്ട് എന്നെ കേട്ടിരിക്കാറുണ്ട്. ശരിക്കും അനിയൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇവളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയൻ്റെയും ഒരു ലവ് മാരേജ് ആണ്, ഇന്റർകാസ്റ്റ് മാരേജും കൂടിയാണ് കേട്ടോ. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ല, ഒരു വർഷം ആകുന്നേ ഉള്ളൂ. പക്ഷെ അതിന് മുന്നേ തന്നെ ഞങ്ങൾ ഭയങ്കര ബോണ്ടായിരുന്നു. ഏകദേശം ഒരു 7 വർഷത്തെ പരിചയം ഞങ്ങൾ തമ്മിലുണ്ട്. ഈ ഒരു 7 വർഷത്തിനുള്ളിൽ ഞങ്ങൾ അധികം പിണങ്ങിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ പിണങ്ങൊക്കെ ചെയ്യും കേട്ടോ, പക്ഷെ അത് ഭയങ്കര റെയർ ആയിരിക്കും. എന്തായാലും ഞങ്ങളുടെ ഈ 2 പേരുടെയും ബോണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യലാണ്. ഇത് ഇവിടെ ഉണ്ടായ പിന്നെ എന്തായാലും ഇതിന്റെ പേര് ബട്ടർ ഫ്രൂട്ട് ഇതിവിടെ ഉണ്ടായതാണ് കേട്ടോ. നീ ഈ പാത്രം എടുത്താ അതാ വേറെ പാത്രം.
വീട്ടിൽ ബട്ടർ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങിയ പിന്നെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഈ ബട്ടർ ഫ്രൂട്ട് കഴിക്കുന്നത്. എനിക്കും എൻ്റെ കെട്ടിയോനും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, എൻ്റെ കെട്ടിയോൻ ഇതൊന്നും തിന്നാനുള്ള യോഗം ഇപ്പം എന്തായാലും ഇല്ല. ഇനി ആൾ അടുത്ത ലീവിന് വരുമ്പോൾ ഇത് ഉണ്ടാവുമെന്ന് പോലും അറിയില്ല കേട്ടോ. മഴയായതുകൊണ്ട് തന്നെ ജ്യൂസ് അടിക്കാനൊന്നും ഞാൻ നിന്നില്ല. ജസ്റ്റ് ഇതൊന്ന് മുറിച്ചിട്ട് പഞ്ചസാര ഇട്ട് കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഞങ്ങളുടെ പുതിയ വീട്ടിലൊരു ബട്ടർ ഫ്രൂട്ട് നട്ടുപിടിപ്പിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഇനി നടാനേ ഉള്ളൂ. ഞാനിപ്പോ അങ്ങനെ ജ്യൂസ് അടിക്കില്ല, എനിക്കിത് വെറുതെ കഴിക്കാൻ. ഇങ്ങനെ കഴിക്കുന്ന നല്ല രസമാണ്. ഓരോന്ന് കഴിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ബീഫിൻ്റെ റെസിപ്പി എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. സംഭവം എന്തായാലും ഇവിടെ ബീഫ് ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പുറത്താണ് കേട്ടോ ബീഫ് ഉണ്ടാക്കുക. അപ്പോൾ ഈ വർക്കിംഗ് കിച്ചണിലാണ് നമ്മുടെ അടുപ്പുള്ളത്. അപ്പോൾ ഉള്ളിൽ ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ പുറത്താണ് നമ്മൾ കൂടുതലും ബീഫ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫൈനലി ഉണ്ണിയുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനാണ് കേട്ടോ ആദ്യം ടേസ്റ്റ് ചെയ്യുക. സാധാരണ ഞങ്ങളുടെ ഒഫീഷ്യൽ ടേസ്റ്റർ അച്ഛനാണ് കേട്ടോ. അപ്പോൾ വേവ് നോക്കുക, അതേപോലെ മസാല ഉണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്നത് കൂടുതൽ അച്ഛനായിരിക്കും. ഇന്ന് അച്ഛൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്നെയാണ് കേട്ടോ ആ ചുമതല ഏൽപ്പിച്ചത്. കാരണം അമ്മ ബീഫോ ചിക്കനോ മീൻ കഴിക്കും, ചിക്കനൊന്നും കഴിക്കില്ല. കുറച്ച് നാൾ കൂടിയാണ് കേട്ടോ ബീഫ് കഴിക്കുന്നത്. കാരണം ഉണ്ണി വരുമ്പോഴായിരിക്കും കൂടുതലും ബീഫ് ഉണ്ടാക്കാറ്. പുറത്ത് നല്ല മഴയാണ്, കൂട്ടത്തിൽ നല്ല ചൂടുള്ള ബീഫും. എന്തായാലേ കോമ്പിനേഷൻ. എന്തായാലും ഞങ്ങളുടെ ബീഫൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ ഗൈസ്, നല്ല വരട്ടി ഫ്രൈ ആക്കിയാണ് കേട്ടോ ആളെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഒഫീഷ്യൽ ടേസ്റ്റർ വന്നിട്ടുണ്ട്. ആളെന്തായാലും ടേസ്റ്റ് നോക്കി ഓക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എന്ന്. ഒരു ലെങ്തി വീഡിയോ ക്ലിപ്പൊക്കെ എടുക്കുന്ന സമയത്ത് ചിലതൊക്കെ ഇതുപോലെ മിസ്സായി പോകും. ഫുഡ് കഴിച്ച് ഞങ്ങളൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അമ്മ എന്തായാലും കുടുംബശ്രീക്ക് പോകും, പിന്നെ ഞങ്ങൾ തന്നെയായിരിക്കും. അച്ഛൻ കടയിലേക്കും പോയിട്ടുണ്ട്. ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു ഒന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് കിടന്നതാണ്. മഴ പറഞ്ഞപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ എന്തായാലും പിന്നെയും കായ്ച്ചിട്ടുണ്ട്. ഒരു 4-5 ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും പഴുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. പിന്നെ ഈ കാണുന്നതൊക്കെ അമ്മ നട്ട പൂവാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പോയപാട് ഞാൻ നോട്ടം ഇട്ട് വെച്ച സാധനമായിരുന്നു ഈ പാഷൻ ഫ്രൂട്ട് മാങ്ങയൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. അമ്മ വയലറ്റ് പാഷൻ ഫ്രൂട്ട് ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചുകൊണ്ട് ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പാഷൻ ഫ്രൂട്ട് എടുത്തു, അവൾ മാങ്ങ എടുത്തു. അപ്പോൾ രണ്ടിൻ്റെ ടേസ്റ്റ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നോക്കി. വയലറ്റ് പാഷൻ ഫ്രൂട്ട് കഴിച്ചിട്ട് ഒത്തിരി നാളായിരുന്നു. ആദ്യമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അമ്മ നട്ട് പിടിപ്പിക്കുമായിരുന്നു ഈ വയലറ്റ് പാഷൻ ഫ്രൂട്ടൊക്കെ. പക്ഷേ ഇപ്പം ഇതിവിടെ കാണാനില്ല. എന്തായാലും മാങ്ങയും പാഷൻ ഫ്രൂട്ടും ഒക്കെ ഞങ്ങളിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. സ്വഭാവത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരുപോലെ അല്ലെങ്കിലും തടിയുടെ കാര്യത്തിലും അതേപോലെ ഹൈറ്റിന്റെ കാര്യത്തിലും ഞങ്ങൾ ഏകദേശം ഒരുപോലെയാണ്. അപ്പൊ തടി വെക്കാത്ത മരുമക്കളെയാണ് കേട്ടോ ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. സംഭവം എന്തായാലും വയലറ്റ് പാഷൻ ഫ്രൂട്ടിന് അധികം പുളിയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചാണ് ഈ സാധനം വീട്ടിൽ പോയിട്ട് നട്ട് പിടിപ്പിക്കണം എന്നൊക്കെ കേട്ടോ. പിന്നെ അവൻ്റെ അച്ഛമ്മ വിളക്ക് വെക്കാനുള്ള പരിപാടിയാണ്. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഒച്ചപ്പാടുണ്ടാക്കുന്ന രണ്ട് ആൾക്കാർ, ഒന്ന് അവൻ്റെ അച്ഛമ്മ, ഒന്ന് അവനാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഈ വീട്ടിൽ എപ്പോഴും സ്റ്റണ്ട് കൂടി ഇങ്ങനെ ഒച്ചയിട്ട് നടക്കുന്ന ആൾക്കാർ കേട്ടോ. നാളെ അച്ഛനും കാശിക്കും ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളിതാ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഇറങ്ങുന്നതിന് മുമ്പ് അവൻ്റെ അച്ഛമ്മയ്ക്ക് ഇതാ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അച്ഛമ്മേനെയും അച്ഛച്ചനെയും അവന് ഭയങ്കര കാര്യമാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. കാരണം ആദ്യത്തെ പേരക്കുട്ടിയായതുകൊണ്ട് തന്നെ ഇവർ ആ രീതിയിലാട്ടോ രണ്ടുപേരെയും കണ്ടേക്കുന്നത്. പിന്നെ ഇതാ ഞാൻ അച്ഛനോടും അമ്മേനോടൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം നല്ല സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വേഗം പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വേഗം വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ.